ശ്രീ സി കെ ഹരീന്ദ്രൻ, അങ്ങേക്ക് 9 മിനിറ്റ്. സാർ, ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് പുതിയ ആശയങ്ങളോ സ്കീമുകളോ ഇല്ലാത്ത ഒരു വാചകമേളയായിരുന്നു. GDP-ക്ക് ഒരു പുതിയ നിർവചനം കൊടുത്തിരിക്കുകയാണ്. GDP എന്നാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നല്ല, ഗവേൺസ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് എന്നാണ്. ഇവയൊട്ട് മോദി ഗവൺമെൻറ് ഇല്ല എന്നതും നമുക്കറിയാം. നരേന്ദ്രമോദിക്ക് മുമ്പുള്ള 10 വർഷം 7.8% വെച്ച് വളർന്ന GDP മോദിക്കാലത്ത് 5.8% വെച്ചാണ് വളർന്നത്. നോട്ട് നിരോധനം പോലുള്ള മണ്ടത്തരങ്ങൾ കൊണ്ടാണ് ഈ ദുർഗതി സമ്പദ്ഘടനയ്ക്ക് ഉണ്ടായത് എന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞിട്ടുള്ളത്. കോവിഡ് കാലത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഇടിഞ്ഞ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. ഇത് മോദിയുടെ യാഥാസ്ഥിതിക ധനനയം മൂലമാണ്. കോവിഡ് കാലത്ത് ഏറ്റവും ചുരുങ്ങിയ ഉത്തേജന പാക്കേജ് നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴും നയം ഇതുതന്നെയാണ്. ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികളുടെ മൊത്തം ആസ്തി 65 ലക്ഷം കോടിയാണ്. അത് ഷെയറുകൾ വിറ്റുതെളിക്കുകയാണ്. വിവിധ പൊതുമേഖലാ ബാങ്കുകളുടെ ആകെ ആസ്തി 127 ലക്ഷം കോടിയാണ്. അവയും വിറ്റഴിക്കുകയാണ്. കാർഷിക മേഖലയിൽ വലിയ മാറ്റമില്ല. വ്യാവസായിക വളർച്ച മുരടിപ്പിലാണ്. കൂടുതൽ വരുമാനം കണ്ടെത്തി ചെലവ് വർദ്ധിപ്പിക്കണം. തൊഴിലുറപ്പ് മേഖല പോലെയുള്ള ജനകീയ പദ്ധതികൾക്ക് തുക വർദ്ധിപ്പിച്ച് വിപണിയെ ഉണർത്തണം. സമ്പദ്ഘടന നേരിടുന്ന വെല്ലുവിളി മറികടക്കാൻ കേന്ദ്രത്തിൻ്റെ നയം മാറ്റണം. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ബജറ്റ് ആകെ പരിശോധിക്കുമ്പോൾ ധനവിഭവങ്ങളുടെ പരിമിതി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന ഇക്കാലത്ത് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം അനിവാര്യമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതിന് പ്രാമുഖ്യം നൽകുമ്പോൾ തന്നെ ദരിദ്രരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിന് കരുതൽ നൽകാനും അവരുടെ പ്രാപ്തി വർദ്ധിപ്പിക്കാനും ശ്രമിച്ചിരിക്കുന്നു. ഇതുവരെ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിന് തന്നെ ഗണ്യമായ ധനവിഭവങ്ങൾ ആവശ്യമായിരിക്കെ ഭാവിയിലെ വികസന കുതിപ്പിനുതകുന്ന പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ സൂചകങ്ങൾ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. ആരോഗ്യ വികസന സൂചികയിലും കേരളം 1-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ഗതാഗത സൗകര്യങ്ങൾ, വാർത്താവിനിമയ സൗകര്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖം പോലുള്ള ബൃഹത് സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് ഉയർന്നു വരുന്ന പുതിയ സൗകര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രത്യേക വികസന പദ്ധതികൾക്ക് ലക്ഷ്യം വയ്ക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ സുശക്തമായ തദ്ദേശ ഭരണ സംവിധാനമാണ്. താഴെത്തട്ടിലുള്ള വികസനത്തിനോടുള്ള പ്രതിബദ്ധത ബഡ്ജറ്റിൽ വ്യക്തമായി കാണാം. ധനക്കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലപ്രദമായ വിനിയോഗം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ വേഗം വർദ്ധിപ്പിക്കുന്നതാണ്. അതിദാരിദ്ര്യത്തിൻ്റെ 2-ാം ഘട്ട പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ അവയ്ക്ക് ആശ്വാസമായി 50 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഹിന്ദുത്വ അജണ്ട ഒളിപ്പിച്ച് വികസന മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന മോദി സർക്കാർ വന്നിട്ട് 10 വർഷം തികയുകയാണ്. സങ്കുചിത ദേശീയത ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായി മാറ്റപ്പെട്ട വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തെയും ഭൂതകാല ചിന്താധാരകളെയും സൂക്ഷ്മവും വ്യക്തവുമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കേവലം ഭാവനയിൽ പ്രവിയെടുക്കുന്നതോ നമ്മുടെ കാൽപ്പനിക രാഷ്ട്രീയ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്നതോ ആയിക്കൂടാ. വൈദിക കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമായ ഋഗ്വേദത്തെ വികലവും സങ്കുചിതവുമായി കൈകാര്യം ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുന്ന പ്രവണതകൾ സാംസ്കാരിക ദേശീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിലെ ബഹുസ്വര മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ
എല്ലാ പേരെയും ഓർമ്മപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഭരണത്തെയും ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യമാകെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരികയാണ്. കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങൾ കൂട്ടത്തോടെ സമരം പ്രഖ്യാപിക്കുന്ന അപൂർവ സാഹചര്യമാണെന്ന് രാജ്യത്ത് സംജാതമായിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിലാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇന്നിപ്പോൾ സ്റ്റേറ്റിൽ നമ്മുടെ PC വിഷ്ണുനാഥ് ഇല്ല. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗം ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു. സംസ്ഥാനത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതത്തെ സംബന്ധിച്ച് മേഖല തിരിച്ച് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അത് തന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോജി അത്ര കടുത്ത നിലപാടിലേക്ക് പോയില്ല. വിഷ്ണുനാഥ് ഇന്നലെ അക്കമിട്ട് നിരത്തി നല്ല പഠനമാണ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ നിയമസഭയിലെ കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ് വിഷ്ണുനാഥ്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? കണക്കുകൾ ഉദ്ധരിക്കുന്നത് നല്ലതാണ്. കേരളം പോലെ ഈ സംസ്ഥാനം ഇന്ന് കേന്ദ്രത്തിൻ്റെ അവഗണന നേരിടുന്ന ഒരു സംസ്ഥാനം, അവഗണനയ്ക്ക് പാത്രമായ ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് കേന്ദ്രം സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവകാശമെന്ന നിലയിൽ തരേണ്ട വിഹിതം നൽകാത്തതിൻ്റെ പേരിൽ ഒരു ശബ്ദമുയർത്താൻ ഈ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികന് കഴിഞ്ഞില്ല എന്നത് ലജ്ജാകരമാണ് എന്ന് മാത്രമാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MLA എന്ന നിലയിൽ ഞങ്ങളെല്ലാം പോയവരാണ് ഡൽഹിയിൽ. നമ്മൾ ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം കേട്ടു, കെജ്രിവാളിൻ്റെ പ്രസംഗം കേട്ടു, പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന പല നേതാക്കളുടെയും പ്രസംഗങ്ങൾ കേട്ടു, കപിൽ സിബലിൻ്റെ പ്രസംഗം കേട്ടു. ഒരു നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ, കോൺഗ്രസിൻ്റെ ഒരു അഭിവന്ദ്യ നേതാവായി തുടർന്ന കപിൽ സിബൽ, ധൈഷണിക മേഖലയിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നിയമജ്ഞൻ, അദ്ദേഹം നടത്തിയ പ്രസംഗം ഞങ്ങൾ കേട്ടിരുന്നവരാണ്. അങ്ങനെ പാടുണ്ടോ? ഇന്ത്യയുടെ ഫെഡറലിസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ അതിശക്തമായി ചോദ്യം ചെയ്യാൻ അദ്ദേഹം രംഗത്ത് വന്നു. അത് കേട്ടിരുന്നവരാണ് ഞങ്ങൾ. ഇന്ത്യയിൽ അപൂർവം ചില സംഭവങ്ങളാണ്. കേന്ദ്രം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് മോദി ഗവൺമെൻറ് നയങ്ങൾ. 1972കളിൽ ഞാൻ ഒരു CPMൻ്റെ പ്രവർത്തകനാണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് രാജ്യത്ത് വളർന്നു വന്ന സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. രാജ്യത്ത് വളർന്നു വന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അപഗ്രഥിച്ചുകൊണ്ട് അന്ന് അന്തരിച്ചു പോയിട്ടുള്ള ഞങ്ങളുടെ പാർട്ടി നേതാവ് PR രാമമൂർത്തി അവതരിപ്പിച്ച പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രമേയം രാജ്യത്ത് വളർന്നു വന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അർദ്ധഭാസിസത്തിലേക്കാണ് പോകുന്നതെന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ അർദ്ധഭാസിസത്തിൻ്റെ തനി സ്വരൂപം ഞങ്ങൾ കണ്ടു 1975. അതുപോലെ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ശരിയായി പഠിക്കാൻ തയ്യാറായാൽ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനത്തെയും തകർത്തെറിഞ്ഞ് അർദ്ധഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് നീക്കങ്ങളെ ചെറുത്തുവൽപ്പിക്കാനുള്ള ബാധ്യതയാണ് ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്കുള്ളത്, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അത് തിരിച്ചറിയാനുള്ള വിവേകം പ്രതിപക്ഷത്തിനുണ്ടാവണമെന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു.